ശക്തിയേറിയ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നിട്ടും നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാൻ സ്വർഗത്തിൻ്റെ ദൈവം നമുക്ക് കൃപ നൽകി. പ്രായമുള്ള പലതും വരാനായിട്ടുണ്ട്. അവരൊക്കെ കാലാവസ്ഥയുടെ പ്രതിസന്ധിയിലൊക്കെ ഭവനത്തിലൊക്കെ ആയിരിക്കുന്ന സഹോദരന്മാർ പ്രിയപ്പെട്ടവരുണ്ട്. എങ്കിലും നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിപ്പാനുള്ള അവസരം നൽകിയതോർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുകയാണ്. ഇവിടെ കടന്നിരിക്കുന്ന എല്ലാവർക്കും സ്തോത്രം. നഴ്സിംഗ് സ്റ്റുഡൻസ് പുതിയതായിട്ട് വന്നവരൊക്കെ ഇവിടെ ചിലർ കടന്നു വന്നിട്ടുണ്ട്. നിങ്ങളെ പ്രത്യേകിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുന്നു. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ, സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ തന്നെ പ്രിയ മാത്യൂസ് നമ്മുടെ മധ്യ കുടുംബമായിട്ട് കുടുംബമായിട്ട് കുഞ്ഞുമായി നമ്മുടെ മധ്യയായിരിക്കുന്നു. ദൈവത്തിൽ വലിയ കൃപയ്ക്കായി സ്തോത്രം. പ്രിയ മോനിമാമയ്ക്ക് വലിയൊരു ആപത്തിൽ നിന്നും ദൈവം കഴിഞ്ഞ വെള്ളിയാഴ്ച ദിവസം വിടുവിക്കുവാനായിട്ട് ഇടയായിത്തുന്നു. നമ്മുടെ സഭ ശക്തിയോടെ ആ വെള്ളിയാഴ്ച പ്രാർത്ഥനയിൽ നമ്മൾ ദൈവം പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് വരുന്ന സമയത്ത് ശരീരം വല്ലാതെ വന്ന് ഹോസ്പിറ്റലിലേക്ക് എന്തെങ്കിലും കൊണ്ടുപോവുകയും ഇവിടെ നിന്ന് ഇവിടുത്തെ കോഴഞ്ചേരി ഹോസ്പിറ്റലിൽ നിന്നും ബിൽവേസ് ചർച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും പക്ഷേ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ അപ്പോൾ തന്നെ അവിടെ എന്തെങ്കിലും ഒബ്സർവേഷൻ കഴിഞ്ഞ് മരണത്തിലേക്ക് വന്ന് വിശ്രമിക്കുവാൻ ദൈവം ചെയ്തു ഉപകാരങ്ങൾക്കാരുടെ ആരാധനയ്ക്കായി വന്നിട്ടുണ്ടെന്നോ സ്തോത്രം ഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ ധാരാളമായി ദൈവത്തിൻ്റെ ആത്മാവ് കൃപ നൽകട്ടെ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ നിങ്ങൾ പ്രാർത്ഥിച്ചതാണ് എൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ പ്രഫുൽ. ഹൈദരാബാദ് ഞാൻ പോയിരുന്നല്ലോ എൻഗേജ്മെൻറ്റിന് വേണ്ടി. ഇവിടെ കുമ്പനാട് ഹെബ്രോൺ ബൈബിൾ സെമിനാരിയിൽ MDവിനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രഭുവിൻ്റെ സീനിയറായിട്ട് പഠിക്കുന്ന നിതിന് നമ്മുടെ മധ്യമുണ്ട്. അവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവാദിനത്തിൽ നമ്മോട് ദൈവം സംസാരിക്കും. പ്രാർത്ഥനയോടെ എല്ലാവർക്കും ദൈവാദിനത്തിലായിരിക്കും. ദൈവം നമുക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ, ശക്തി നൽകട്ടെ. പ്രിയ സജീവരുടെ മകൾ ഷെറി നമ്മുടെ മധ്യമുണ്ടല്ലോ. ഒക്കെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം എല്ലാവരെയും ഇന്ന് പകൽ അനുഗ്രഹിക്കുവാൻ ഇടയായി തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു ഞായറാഴ്ച പകൽ സമയം കൂടി നമ്മുടെ കർത്താവിനെ സ്തുതിപ്പാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് ധാരാളമായിട്ട് നൽകിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മളുടെ ഷിബു മാത്യു ജോർജ് പ്രിയാജിത സിസ്റ്റർ മദറിൽ കഴിഞ്ഞ ദിവസം നിത്യത്തിൽ ചേർക്കപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അവർ ആ കുടുംബം ദുഃഖത്തിലാണ്. നിങ്ങളെല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നാളെ രാവിലെ ആണ് ഫുണറൽ സർവീസ് നടക്കുന്നത്. 8 മണിയോടുകൂടി ബോഡി എന്ത് ചെയ്യും തിരുവല്ലയിലുള്ള അവരുടെ വീട്ടിൽ കൊണ്ടുവരും. ഞാനതിൻ്റെ ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട് ഗ്രൂപ്പിൽ. 8 മണി മുതൽ 10 മണി വരെ അവിടെ വന്ന് കാണാൻ വരുന്നവർക്ക് വന്ന് കാണാവുന്നതാണ്. 10 മണി കഴിഞ്ഞാൽ ബോഡി അവിടെ നിന്ന് എടുക്കും. 10:30 കുമ്പനാറുള്ള ഹെബ്രോൺ IPC ഹോളിൽ ബോഡി വയ്ക്കുന്നതാണ്. അവിടെ നിന്ന് അധികം അവിടുത്തെ IPC സെമിത്തേരിയിലായിരിക്കും ബോഡി അടക്കം ചെയ്യുന്നത്. ഷിജു പാസ്റ്റർ നിങ്ങൾക്കറിയാം, ഷിജു സാറിൻ്റെ അമ്മയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവർക്കറിയാം. അപ്പം അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ആ ശുശ്രൂഷയിൽ പോയി പങ്കെടുക്കുവാനായിട്ട് ദൈവം ഇടയായി തീരണം എന്ന് ഓർപ്പിക്കുന്നു. ദൈവം അവരെല്ലാവരെയും സഹായിക്കട്ടെ. ദുഃഖത്തിലായിരിക്കുന്ന അവരുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുവാനായിട്ട് ഓർപ്പിക്കുന്നു. ഈ ശുശ്രൂഷകളുടെ അനുഗ്രഹത്തിനായി, കാലാവസ്ഥയുടെ അനുഗ്രഹത്തിനായൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഒരു നിമിഷം എഴുന്നേറ്റ് കുടുംബത്തിൻ്റെ ആശ്വാസത്തിനായി ഒന്നെല്ലാവരും എഴുന്നേറ്റ് പശുപത്തിലാവ് ദൈവം ആശ്വസിപ്പിച്ചു ശക്തി നിങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് അവിടെ ബന്ധുക്കൾ പ്രാർത്ഥിക്കുന്നത് മറ്റെല്ലാവരുടെ ദൈവത്തിൻ്റെ തൃക്കരങ്ങളിൽ നിങ്ങൾ സമർപ്പിക്കും. അവിടുത്തെ ശുശ്രൂഷകളെ അനുഗ്രഹമാക്കി തീർക്കണം. സഹായിക്കട്ടെ. കഴിഞ്ഞ ബുധനാഴ്ച ദിവസം അനുഗ്രഹിക്കപ്പെട്ട വിവാഹം നടക്കുവാനായിട്ട് നയിക്കുന്നു. അതിലൊരു കാര്യം പറയാതെ പോകുന്നതെന്നല്ല, ശരിയായിട്ടുള്ള കാര്യമല്ല എന്നുള്ളത് കൊണ്ട് പറയേണ്ടിയിരിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയാണ് അവിടെ കുമ്പനാറുള്ള ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുവാനായിട്ട് നയിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രത്യേക സാന്നിധ്യം ആ മീറ്റിങ്ങിൽ ഉണ്ടായിരുന്നു. അതിൽ നമ്മുടെ സീരിയ ബ്രഹാം പാസ്റ്റർ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ നിങ്ങളോട് പൊതുവിൽ എല്ലാവരും വന്നില്ല, അതുകൊണ്ട് ഞാൻ പൊതുവിൽ പറയേണ്ടിയിരിക്കുന്നു.
ഇവിടെയാണ് ആ ബാബുച്ചാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിവാഹം കഴിഞ്ഞ് വിശ്വാസത്തിൽ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്ന് ഒത്തിരി കഷ്ടതകൾ അനുഭവിച്ച ഒരാളാണ് ഈ ബാബുച്ചാൻ എന്ന് പറയുന്നത്. ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നതിന് നിമിത്തം ഒത്തിരി പ്രതിസന്ധികൾ അനുഭവിച്ച ഒരു വ്യക്തി. പക്ഷേ ആ കാലഘട്ടങ്ങളിൽ അവർ വിവാഹത്തിന് വേണ്ടി സി.വി. എബ്രഹാം പാസ്റ്റർ തന്നെ എന്ത് ചെയ്തു, അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആ സി.വി. എബ്രഹാം പാസ്റ്റർ അവിടെ ഗ്രീറ്റിംഗ്സ് അറിയിച്ച സമയത്ത് പറഞ്ഞു, തനിക്ക് വിവാഹത്തിന് കിട്ടിയ സ്ത്രീധനത്തിൻ്റെ ഭാഗ്യത്തിൽ പൈസ എന്തെങ്കിലും നമ്മുടെ സെമിത്തേരിക്ക് വേണ്ടി ഫ്രീയായിട്ട് ദാനം ചെയ്യണം. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സെമിറ്ററിയുടെ ഭാഗ്യത്തിൽ പകുതി തുക യഥാർത്ഥത്തിൽ എന്ത് ചെയ്തേ ഈ ഒറ്റ കുടുംബത്തിൻ്റെ ഓർമ്മയാണ്. ഈ സഭ എന്ന് നിലനിൽക്കുമോ അതിൻ്റെ നന്മ എന്ത് ചെയ്യും, നമ്മൾ അതിൻ്റെ ആ നന്മ നമ്മൾ അനുഭവിക്കുവാനായിട്ട്. അത് വേറെ ആർക്കും അറിയില്ല. ഇവിടെ വേറെ ആർക്കെങ്കിലും അറിയാമല്ലോ, എനിക്കറിയില്ല, വേറെ ആർക്കും അതറിയില്ല. പക്ഷേ അദ്ദേഹം അത് ചെയ്യുവാൻ, നല്ല മനസ്സോടെ അത് ചെയ്യുവാനായിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടില്ല, വേറെ ആരോടും പറഞ്ഞതായിട്ട് എനിക്കിതില്ല. സാധാരണ ഈ സിറ്റുവേഷനിൽ എന്ത് ചെയ്യേണ്ടതാ പറയേണ്ടതാ, പക്ഷെ അദ്ദേഹം പറഞ്ഞില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ ചെയ്യാൻ ദൈവത്തിലെ ആത്മാവ് ചെയ്തു എന്നുള്ളത് നിങ്ങളെ ദൈവം അനുഗ്രഹിച്ചു. ദൈവത്തിലെ വലിയ മഹത്വം വെളിപ്പെടുവാനായിട്ട് ഇടയായിട്ട് അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കണം. മാത്രമല്ല എന്നെ ഒന്ന് ചിന്തിപ്പിച്ചത്, നമുക്കെല്ലാവർക്കും അറിയാം, കനേഡിയൻ ലേഡി ആയിരുന്നു ആ സഹോദരി. നമ്മുടെ ട്രഡീഷണൽ വസ്ത്രമൊക്കെ ധരിച്ച് ഒരു പൗഡർ പോലും ആ സഹോദരി എന്തില്ല, ഒരു ഫാഷനും ഇല്ലാതെ നമ്മുടെയൊക്കെ പിന്നെ ഇങ്ങനെ വിവാഹമായിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്തേനെ, നല്ല രീതിയിൽ നമ്മളൊന്ന് പോളിഷൊക്കെ ചെയ്ത് നല്ല രീതിയിൽ എന്ത് ചെയ്തത്. പക്ഷേ ഒറ്റ എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യമാണ്, ഒറ്റ മേക്കപ്പും ഇല്ലാതെ സിമ്പിളായിട്ട് വന്ന ഒരു ശുശ്രൂഷ കാണാനായിട്ട് കനേഡിയൻ ലേഡി കൂടെ വന്ന് സാരി കൊടുക്കണമെന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും എത്തിക്കത്തില്ല. നല്ലൊരു ആത്മീയ കുടുംബമുള്ള ഒരു ആത്മീയ പശ്ചാത്തലമുള്ള ഒരു കുടുംബമാണ് അവരുടെ കുടുംബം. നമ്മൾ കമ്മിറ്റി വെച്ച ആ ഡിമാൻഡുകളൊക്കെ അംഗീകരിച്ചുകൊണ്ടും ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടുമാണ് ആ വിവാഹത്തിൽ മുമ്പോട്ട് പോകുവാനായിട്ടിടയായിത്തുന്നത്. ദൈവം കുടുംബത്തെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്നലെ എനിക്ക് തോന്നുന്നു ഇന്നലെ അവിടേക്ക് ഇൻഡോറിലേക്ക് കടന്നു പോകുവാനായിട്ടിടയായിട്ടുണ്ട്. മധ്യപ്രദേശത്തിലേക്ക് 2-ാം തീയതി കാനഡയിലേക്ക് കടന്നു പോകും. നിങ്ങളുടെ പ്രാർത്ഥനയെ പ്രത്യേകം ഓർപ്പിക്കുന്നു. അതുപോലെ ഇന്ന് നമ്മുടെ ബാബുച്ചാനും എന്ത് ചെയ്യുന്നു, ജിജിമാവയുടെ ഹസ്ബൻഡ് വിദേശത്തേക്ക് കടന്നു പോകുന്നു. പ്രത്യേകിച്ച് ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ദൈവനാമത്തിൽ ഞാൻ നിങ്ങളെ ബുദ്ധിനിർദ്ദേശിക്കുകയാണ്. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് വായിച്ച വാക്യത്തിൽ നിന്ന് 1-2 കാര്യങ്ങൾ പെട്ടെന്ന് ഓർപ്പിച്ച് ഞാൻ ഇരിക്കാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഒന്ന് വായിച്ച മക്കളെ, വായിച്ചേക്കാം. വായിച്ചു. ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. വഷളന്മാരായി മ്ലേച്ഛമായ നീതികേട് പ്രവർത്തിക്കുന്നു. ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. എന്തോ പറയുന്നേ? ദൈവമില്ല, ഇല്ല, ദൈവം ഇല്ല. ഒരു നിരീശ്വരവാദിയോ ഒരു നാസ്തികവാദിയോ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ. പക്ഷെ അവൻ പറയുകയാണ് ദൈവം ഇല്ല. അവന്റെ ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ട് അവൻ വഷളൻ ആയി മ്ലേച്ഛത പ്രവർത്തിക്കും. ഈ വാക്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവൻ ദൈവം ഇല്ല എന്ന് പറയുന്നത് ഒരു റീസൺ എന്താണെന്ന് ചോദിച്ചാൽ അവന് ഇഷ്ടമുള്ളതുപോലെ ഇവിടെ എന്ത് ചെയ്യണം, ജീവിക്കണം എന്നാണ്, ഇല്ലേ? അവന് ഇഷ്ടമുള്ളതുപോലെ ഇവിടെ വഷളായിട്ട് മ്ലേച്ഛത പ്രവർത്തിക്കണം. ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ അവനെന്ത് ചെയ്യാൻ സാധിക്കില്ല, പറ്റില്ല. ദൈവത്തെ ഭയപ്പെട്ടേ പറ്റൂ, ദൈവത്തിൽ വിശ്വസിച്ചേ പറ്റൂ, ദൈവത്തിൽ ആഴമായി ദൈവത്തെ ആരാധിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ദൈവം ഇല്ലെന്ന് പറഞ്ഞാൽ ഒന്നും എന്ത് ചെയ്യണ്ട, എന്ത് വേണമെങ്കിലും ചെയ്യാം
എങ്ങനെയും പ്രവർത്തിക്കാം. ഇതുപോലെ ദൈവം ഇല്ല എന്ന് പറയുന്നവരാരും ഇവിടെ ഇല്ലെന്നാണ് ഞാൻ എന്ത് ചെയ്യുന്നത്. ചിലർ പഠിച്ച് എന്ത് ചെയ്യും, അങ്ങ് ഒത്തിരി അങ്ങ് പഠിച്ചു ഒന്ന് മോളിൽ ചെല്ലുമ്പോൾ വീഴ്ചയൊക്കെ എടുത്ത് കഴിയുമ്പോൾ അവർ പറയുന്നുണ്ട് ദൈവത്തില്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ട് കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. അത് പറയും ദൈവത്തില്ല, ഇല്ല, അങ്ങനെ സംഭവത്തില്ല, ഇല്ല. അതുകൊണ്ട് കൂടുതൽ അങ്ങ് പഠിക്കുന്നതും ചിലർക്ക് എന്തല്ല, പഠിക്കുന്നത് നല്ലതാണ്, പക്ഷെ ചിലർക്ക് എന്തല്ല, അല്ല. പഠിക്കാതിരിക്കുന്നതും എന്തല്ല, അറിയാമയോ അല്ല. ദൈവവചനം നമ്മൾ എന്ത് ചെയ്യണം, നന്നായിട്ട് മനസ്സിലാക്കണം. ദൈവവചനം നമ്മൾ നന്നായിട്ട് പഠിക്കണം. അപ്പോൾ ദൈവം ഇല്ലെന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, പലരും. എന്നിട്ട് അടുത്തത് വായിക്കുന്നു. ഇവിടെ ബോയ്സ് വായിച്ചേ. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനും ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ. അപ്പോൾ ചിന്തിച്ചു നോക്കണം, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ. അപ്പൊ ദൈവം ഈ ലോകത്തെ മനുഷ്യരെ എല്ലാം ഒന്ന് നോക്കുകയാണ്. നോക്കിയപ്പോ ദൈവം കണ്ടെത്തിയത് കുറെ ആളുകൾ ദൈവം ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യാണ്, മ്ലേച്ഛത പ്രവർത്തിക്കുകയാണ്. കുറെ ആളുകൾ എന്ത് ചെയ്യുന്നു, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാർ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ദൈവം എന്ത് ചെയ്യുന്നു, എല്ലാവരെയും ഒന്ന് സ്കാൻ ചെയ്യുകയാണ്. എല്ലാവരെയും ദൈവം നമ്മെ എല്ലാവരെയും പഠിക്കുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും സ്കാൻ ചെയ്യുകയാണ്. നമ്മുടെ ചിന്തകളെ, നമ്മുടെ പ്രവൃത്തികളെ, നമ്മുടെ ഹൃദയത്തിലെ വിചാരങ്ങളെ, നമ്മുടെ നോട്ടം, നമ്മുടെ സംസാരം, നമ്മുടെ ഇടപാടുകളെല്ലാം നമ്മുടെ തമ്പുരാനെ സ്കാൻ ചെയ്ത് നോക്കുകയാണ്. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്നറിയേണ്ടതിന് ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. നോക്കിയപ്പോ താൻ കണ്ടെത്തിയ കാര്യം എന്താണ്? എല്ലാവരും വാങ്ങി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. നന്മ ചെയ്യുന്നവരില്ല. ഈ ദുരന്തം വലുതാ കേട്ടോ. ഈ ദുരന്തമല്ല, എന്നെയും നിങ്ങളെയും നമ്മളെല്ലാവരും സ്കാൻ ചെയ്തിട്ട് തപ്പ ഞാൻ പറയുക, എല്ലാവരും പിൻവാങ്ങി കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല, പോലും. പ്രസംഗിക്കുന്ന ഞാനും ഈ കേൾക്കുന്ന നിങ്ങൾ ഈ ലോകത്തിലെ സകല ജീവിതം നോക്കി തമ്മിൽ ഞാൻ പറയുക, നന്മ ചെയ്യുന്നവൻ ആരുമില്ല, ഒരുത്തൻ പോലും. ഇതിന്റെ നടുവിൽ നിന്നുകൊണ്ടാണ് ദൈവത്തെ സേവിക്കാൻ നമ്മൾ ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. ഇതിന്റെ നടുവിൽ നിന്നുകൊണ്ടാണ് ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. കർത്താവിനോട് ആളുകൾ ശിഷ്യന്മാർ ചോദിച്ചു, അങ്ങനെയെങ്കിലും രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയോ? അപ്പൊ കർത്താവ് പറഞ്ഞ മറുപടി കൊണ്ടുണ്ട്. എന്താണെന്നറിയാമോ? മനുഷ്യനാൽ അസാധ്യമാണ്, അങ്ങനെയെങ്കിൽ ആരും ഈ ലോകത്തിലില്ലെങ്കിൽ ഒരുവൻ ദൈവരാജ്യത്തിലേക്ക് പോകുവാൻ, ഒരുവൻ രക്ഷയിലേക്ക് കിടക്കുവാൻ, ഒരുത്തൻ നിത്യതയിലേക്ക് പ്രവേശിക്കുവാൻ എങ്ങനെ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ തമ്പുരാൻ പറയുകയാണില്ല, എന്റെ ദൈവത്താൽ സാധ്യമാണ്. മറ്റു ചിലർ ചിന്തിക്കണം, ആരുമില്ലല്ലോ, ഒരുത്തം പോലും ഇല്ലല്ലോ, പിന്നെ എന്തിനാ ഞാൻ, എന്തിനാ ആരും ഒരുത്തം പോലും ഇല്ല, പിന്നെ എന്തിനാ ഞാൻ. അത് ശരിയായ ചിന്തയല്ല കേട്ടോ. അതല്ല ശരിയായ മനോഭാവമല്ല. പെട്ടെന്ന് കുഞ്ഞുങ്ങളുടെ ഇടയിലൊക്കെ എന്ത് ചെയ്യും, ഇങ്ങനെ സന്ദർഭങ്ങൾ പഠിപ്പിക്കുമ്പോഴേ കുഞ്ഞുങ്ങൾക്ക് ഈ സംശയങ്ങൾ ഒത്തിരി കൂടുതൽ, പ്രായമുള്ളവരേക്കാളും കൂടുതൽ ആർക്കാണ്? കുഞ്ഞുങ്ങൾക്ക്. അപ്പം ഈ മുടിനായ പുത്രന്റെ കഥ എന്ത് ചെയ്യാണ്, ഇങ്ങനെ പഠിപ്പിച്ചോടെ നിൽക്കുമ്പോൾ ഒരു കുഞ്ഞ് ചോദിക്കുകയാണ്, സാറേ പിന്നെ എന്താ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ മുടിയനായ ആ മനുഷ്യനെ, ആ മകന് അമ്മ ഇല്ലാത്തതുകൊണ്ടല്ലേ അവൻ തെറ്റിപ്പോയത്? അവന് എന്ന് പറഞ്ഞാൽ അമ്മ ഇല്ല, അവിടെ അമ്മയുടെ കാര്യം എന്തിട്ടില്ല, പറയുന്നില്ല. ഒരു മനുഷ്യന് രണ്ട് മക്കളുണ്ടായതുകൊണ്ട് എന്ത് ചെയ്യുള്ളൂ, അതുകൊണ്ട് അമ്മ ഇല്ലാതെ വളർന്നുകൊണ്ട് അവൻ എന്ത് ചെയ്തത്, അങ്ങനെ മുടിയനായ പുത്രനായിട്ട്. അവർ അങ്ങനെ ചിന്തിക്കുന്നേ,
നമ്മൾ ചിന്തിക്കുന്നതല്ല അവിടെ ചിന്തയിൽ കയറി വരുന്നത്. അവിടെ ചിന്തകൾ കയറി വരുന്നത് എന്താണ്? ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ ധ്യാനിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അമ്മയില്ലാതെ വളർന്നു ഞാൻ ചെയ്തിട്ടില്ല, ചിന്തിച്ചിട്ടില്ല. നമ്മൾ ചിന്തിക്കുന്നില്ല. പക്ഷെ കൊച്ചു കുഞ്ഞിന്റെ ഹൃദയത്തിന്റെ അകത്ത് എന്ത് ചെയ്തു? അത് കയറി അതൊരു കഥയായിട്ട് പറയുന്നുണ്ടെങ്കിലും വിശദീകരിച്ച് പറയുന്നുണ്ടെങ്കിലും അപ്പൻ അവനെ സ്വീകരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും അമ്മ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ എന്തില്ല, അവിടെ എഴുതുന്നതേയില്ല. എന്ന് പറഞ്ഞാൽ സംശയങ്ങൾ ഒത്തിരി കാണും. എല്ലാ സംശയങ്ങളും ആളുകൾ പരിഹരിക്കാൻ നമുക്ക് എന്ത് ചെയ്യുന്നില്ല. പക്ഷെ നാം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കുന്നു. നമുക്ക് നൽകുവാനായിട്ട് 14-ാം സങ്കീർത്തനത്തിന്റെ അതേ ആവർത്തനമാണ് ഈ 53-ാം സങ്കീർത്തനമോ 13-ാം സങ്കീർത്തനത്തെ യാഹുവേ 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 എന്ന് ആവർത്തിച്ച് പറയുന്നു. പക്ഷെ 53-ാം സങ്കീർത്തനത്തിൽ എലോഹിം 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 അല്ല ദൈവം എന്ന പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 14-ാം സങ്കീർത്തനത്തിൽ അല്ല യാഹുവേ ഉപയോഗിക്കുമ്പോൾ 53-ാം സങ്കീർത്തനത്തിൽ ദൈവം എന്ന പദം എലോഹിം എന്ന പദം ഒന്നുകൂടെ ഉറപ്പിക്കുകയാണ്. അവനുണ്ട്. മൂടൻ പറയുന്നത് പോലെ ദൈവം ഇല്ല എന്ന് ചിന്തിക്കരുത്. അവൻ വിളച്ചത് പ്രവർത്തിക്കുവാൻ അവൻ ന്യായം കണ്ടെത്തുമ്പോ ഇല്ല നമ്മെ നിർമ്മിച്ച ദൈവമുണ്ട്, നമ്മെ സൃഷ്ടിച്ച ദൈവമുണ്ട്, ദൈവമുണ്ട്, പുറത്തു കൊണ്ടുവന്ന ദൈവമുണ്ട്. സ്വർഗ്ഗത്തിൽ വസിക്കുകയാണ്. ചിലപ്പോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലൊക്കെ നമ്മളുടെ ഇടയിലൊക്കെ ചിലപ്പോൾ നിരീശ്വരവാദികളൊക്കെ എന്തുണ്ട്, ഇടയ്ക്ക് കയറി വരും. പള്ളി പോകത്തില്ല, അമ്പലത്തിൽ പോകത്തില്ല, മോസ്കിൽ പോകത്തില്ല, എന്നും പോവാതെ എന്ത് ചെയ്യും? ആൻഡിച്ച് പൊളിച്ച് ഇങ്ങനെ എന്ത് ചെയ്യും? ജീവിക്കും. പക്ഷെ അവരോട് സംസാരിക്കുമ്പോൾ ദൈവം എന്നോട് എന്ത് ചെയ്തു? ഇടപെട്ടു. ദൈവത്തെ ഞാൻ അനുഭവിച്ചറിഞ്ഞു, ദൈവത്തെ ഞാൻ രുചിച്ചറിഞ്ഞു. അതുകൊണ്ട് ദൈവമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിരീശ്വരവാദികൾക്ക് ഇങ്ങനെ ക്ലാസ്സുകൾ ഇങ്ങനെ എന്ത് ചെയ്യാണ്, ഇങ്ങനെ എടുത്തുകൊണ്ട് അതിനെ നിന്ന് തിരിക്കാൻ ഇന്നത്തെ എന്താ സംവാദം നടക്കുകയാണ്, ഡിബേറ്റ് നടക്കുമ്പോൾ ഇങ്ങനെ ചോദിച്ചു, എന്താണ് ദൈവം ഇല്ലെന്നൊരു കൂട്ടർ എന്ത് ചെയ്യാണ്? വാദിക്കുകയാണ്. ദൈവം ഉണ്ടെന്ന് ഒരു കൂട്ടർ എന്ത് ചെയ്യാണ്? വാദിക്കുകയാണ്. ദൈവം ഉണ്ടെന്ന് വാദിക്കുന്ന വ്യക്തികൾ എന്ത് ചെയ്യുന്നറിയുമോ? ഇങ്ങനെ ഓറഞ്ച് ഇങ്ങനെ എടുത്തോണ്ട് എന്നിട്ട് എന്ത് വായിലിട്ട് ഇങ്ങനെ എന്ത് ചെയ്യും? ഇങ്ങനെ എന്നിട്ട് അവരോട് ചോദിച്ചു, ഞാൻ കഴിച്ച ഓറഞ്ചിന്റെ ടേസ്റ്റ് അത് മധുരമാണോ കയ്പാണോ പുളിയാണോ പറയാമോ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അതല്ല ഞങ്ങളങ്ങനെ പറയുന്നത്, താങ്കളല്ലേ ഓറഞ്ച് കഴിച്ചത്, ഞാനല്ലല്ലോ. അതുപോലെ താൻ ഞാൻ കഴിച്ചു നോക്കിയിട്ട് അവർ പറഞ്ഞു, ഇതുപോലെ ദൈവത്തെ ഞാൻ അനുഭവിച്ചിട്ടില്ല. പക്ഷെ ഞാൻ ദൈവമുണ്ടെന്നോ ആരുടെ എന്നെ രക്ഷിച്ച ഒരു കർത്താവുണ്ടെന്നോ എനിക്ക് വേണ്ടി കാൽവരി കൃഷിയാഗമായ ദൈവപുത്രനുണ്ടെന്നോ ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ്. ആ ടേസ്റ്റ് ഇപ്പോഴും എന്റെ ഹൃദയത്തിനകത്തുണ്ട്, ആ ടേസ്റ്റ് ഇപ്പോഴും എന്റെ നാവിലുണ്ട്. അവർ എന്നെ സ്പർശിച്ച ദൈവം, എന്നെ തൊട്ട ദൈവം, എന്നെ സത്യമാക്കിയ ദൈവം, എന്നെ വിടുവിച്ച ദൈവം. അനുഭവിച്ചറിഞ്ഞവർക്ക് ടേസ്റ്റ് അറിയാം, ഇല്ലേ? അനുഭവിച്ചറിഞ്ഞവർക്ക് ടേസ്റ്റ് അറിയാം. സ്തോത്രം. എടാ ഈ എന്താണ് സുന്ദരമെന്ന ദൈവാലയ വാതിക്കൽ നിൽക്കുന്ന ആ മുടന്തനായ മുടന്തനായ മനുഷ്യൻ തുള്ളിച്ചാടിക്കൊണ്ടെത്തിയാണ്. ആളുകളെല്ലാം എന്ത് ചെയ്യണം?
ഇങ്ങനെ നോക്കൂ, എന്താ എന്തുവാ ഇങ്ങനെ കിടന്ന് തുള്ളുന്നത്? ഇന്നലെ മുതൽ അവിടെ നിന്നവനാ. അവൻ പറയും, ഇല്ല ഇല്ല ഇല്ല, എന്റെ കർത്താവ് എന്നെ സൗഖ്യമാക്കിയത് കൊണ്ട് ഞാൻ ജന്മനാൽ ഞാൻ എന്തായിരുന്നു? മുടന്തനായിരുന്നു, ജന്മന നടക്കാത്തവനായിരുന്നു. പക്ഷെ എന്റെ കർത്താവ് എന്റെ ഹൃദയത്തിലേക്ക് വന്ന് എന്നെ സൗഖ്യമാക്കി. എനിക്ക് അടങ്ങിയിരിക്കാൻ കഴിയില്ല. സർവശക്തനെ യഹോവ ഇരേ, യഹോവ ശാലോം, യഹോവ നിസ്യായവനെ ആകാരിബല ബലവ ജലാജല ബിലാബിലേ യാവേ സമേ, യാവേ സമേ, യാവേ സമേ ഹമരാജി ബലാരി ബലേ ബലേ. ഓ പ്രവൃത്തി ഭയങ്കരനെ യാദി കബേ, യാദി കബേ, യാദി കബേ സമരാരി ബലാരി ബലേ യസേ ബലേ. സ്തോത്രം. അവർക്ക് മിണ്ടാതിരിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ. ആരൊക്കെ അതിനെ വിമർശിച്ചാലും ദൈവത്തെ അനുഭവിച്ചറിഞ്ഞവർ എന്തെയ്തോണം? സ്തോത്രം. ദൈവത്തിന് മഹത്വം കൊടുത്തു. ഹല്ലേലൂയ, സ്തോത്രം. അത് അനുഭവിക്കാത്തവർക്ക് അനുഭവിക്കും. എന്തെയും അത് ഇതൊക്കെ പറഞ്ഞെങ്കിൽ ടെൻഷൻ ഒന്നും വേണ്ട. അത് അനുഭവിക്കാത്തതുകൊണ്ട്, അത് അനുഭവിക്കാത്തതുകൊണ്ട്, ടേസ്റ്റ് അനുഭവിക്കാത്തതുകൊണ്ട്. ദൈവത്തിന്റെ ആ പരിശുദ്ധാത്മാവിന്റെ അഭിമുഖം നമ്മുടെ മേൽ, ദൈവ സാന്നിധ്യം നമ്മുടെ മേൽ വരാത്തത് കൊണ്ടാ, അത് അനുഭവിക്കാത്തത് കൊണ്ടാ. അത് അനുഭവിച്ചു കഴിഞ്ഞാൽ അത് അടങ്ങിയിരിക്കാൻ കഴിയില്ല. തുള്ളിയും ചാടിയും കൊണ്ട് ദൈവാലയത്തിൽ വന്നുവെന്ന ഒരു തുള്ളിയും ചാടിയും കൊണ്ട് ഭവനത്തിലേക്ക് പോയെന്ന ഇത് നമുക്ക് വിശ്വസിക്കോ? യേശുണ്ട് നമ്മുടെ കർത്താവ്. ജീവനുള്ള ദൈവം, ജീവിക്കുന്ന ദൈവമായി, ജീവിക്കുന്ന ദൈവമായി ദൈവം ഇതിനെ ഈ സങ്കീർത്തനത്തിൽ നിന്ന് എടുത്ത് പുതിയ രംഗത്തിലേക്ക് കൊണ്ടുവന്ന ഒരു ഭാഗം പൗലോസിന്റെ ഭാഗമുണ്ട്. റോമലേഖനം 3-ാം അധ്യായം അതിന്റെ 10, 11, 12 വായിച്ച് ഞാൻ നിർത്താം. പെട്ടെന്ന് വായിക്കാം. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവുകൊണ്ടവർ ചതിക്കുന്നു. സർപ്പവൃക്ഷം അവരുടെ അധരങ്ങൾക്ക് കീഴേ ഉണ്ട്. അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. അവരുടെ കാൽ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു. നാശവും അരിഷ്ടതയും അവരുടെ വഴികളിലുണ്ട്. സമാധാന മാർഗം അവർ അറിഞ്ഞിട്ടില്ല. അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയമില്ല. ഇതാണ് മൂഢന്മാരുടെ ഗതി. ഭക്തനല്ലേ പറഞ്ഞത്? അവരുടെ ഗതി ഇതാ. അത് വ്യക്തമായിട്ട് അതിനെ വിവക്ഷിച്ചുകൊണ്ട് ആത്മാവിൽ അതിനെ പൗലോസ് വിളിച്ചു പറയുകയാ. അല്ല, നീതിമാൻ ആരുമില്ല. ആ വചനം തന്നെ എടുത്തുകൊണ്ട് പറയുന്നു, ഒരുത്തൻ പോലുമില്ല, ഗ്രഹിക്കുന്നവനില്ല, ആരൊരു ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നിരിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ഇല്ല, ഒരുത്തൻ പോലുമില്ല. അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴി, നാവ് കൊണ്ടവർ ചതിക്കുന്നു. സർപ്പവിഷം അവരുടെ അധരങ്ങളിലുണ്ട്. അവരുടെ വായിൽ ശാപവും കയ്പും നിറഞ്ഞിരിക്കുന്നു. അവിടെ കാൽ രക്തം ചൊരിയുവാൻ ബന്ധപ്പെടുന്നു. നാശവും അനിഷ്ടതും അവിടെ വഴികളിലുണ്ട്. സമാധാനം അവർ അറിഞ്ഞിട്ടേയില്ല. അവിടെ ഹൃദയത്തിൽ, അവരുടെ ദൃഷ്ടിയിൽ ദൈവഭയവും ഇല്ല. അത് വ്യാഖ്യാനിക്കാനാണ് ഞാൻ അവിടെ പോകുന്നില്ല. നമുക്കതിൽ തന്നെ നമുക്കറിയാം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം ഹല്ലേലൂയ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാരുണ്ടോ എന്ന് ദൈവം സ്വർഗ്ഗത്തിൽ നോക്കുന്നു. ദൈവത്തിന്റെ രക്ഷ നമ്മുടെ മേൽ വരുവാൻ, ദൈവത്തിന്റെ മഹത്വം നമ്മുടെ മേൽ വരുവാൻ, ദൈവത്തിന്റെ ഇഷ്ടം തോന്നി, ദൈവത്തിന്റെ പ്രസാദം തോന്നി. അതുകൊണ്ട് നമുക്ക് വിളിച്ചു പറയുവാൻ കഴിയണം, യഹോവേ അങ്ങയുടെ സ്നേഹത്തിനായി സ്തോത്രം, അങ്ങയുടെ കൃപയ്ക്കായി സ്തോത്രം, അങ്ങയുടെ മഹത്വത്തിനായി സ്തോത്രം. സിയോനിൽ ഇസ്രായേലിന്റെ രക്ഷ വന്നെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ
യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് എൻ്റെ സ്ഥിതി ദൈവം മാറ്റുമെന്ന്? എൻ്റെ സ്ഥിതി ദൈവം മാറ്റുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എൻ്റെ സഭയുടെ സ്ഥിതി, എൻ്റെ കുടുംബത്തിന്റെ സ്ഥിതി, എൻ്റെ തലമുറയുടെ സ്ഥിതി, എൻ്റെ കൂട്ടുവിശ്വാസിയുടെ സ്ഥിതി, എൻ്റെ കുടുംബത്തിന്റെ സ്ഥിതി, ഞാൻ പാർക്കുന്ന എൻ്റെ ദേശത്തിന്റെ സ്ഥിതി മാറ്റുന്ന വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന്റെ വാഹനം നമ്മുടെ മേൽ വെളിപ്പെടട്ടെ ഈ വചനങ്ങളാണ്. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്ന് സാക്ഷ്യത്തിനായിട്ടുള്ള സമയമാണ്. കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ഓടി വന്ന് നിങ്ങളുടെ